ഇടുക്കിയിൽ നിന്ന് വി.കെ. സ്റ്റാലിനുമൊപ്പം പ്രിൻസ് പി. ജെയിംസുമുണ്ട്. പ്രിൻസ്, ഈ ഡാമുകളൊക്കെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് ഇടുക്കി ജില്ലയിൽ ഈ ഡാമുകളെ സംബന്ധിച്ചൊക്കെ ഉള്ളത്? ശ്രീജ, തീർച്ചയായും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലേക്കൊക്കെ നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 25 അടിയോളം കൂടുതൽ വെള്ളമുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതായത് ആകെ സംഭരണ ശേഷിയുടെ 51% വെള്ളം ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുണ്ട്. അതോടൊപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നിലവിലെ റൂൾ കർവ് പ്രകാരമുള്ള പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുന്നു. അതായത് നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വരെ വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ സാധിക്കുന്നത്. നിലവിൽ 134 അടിയിലേക്ക്, അതായത് 133.65 അടി കഴിഞ്ഞ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ നീരൊഴുക്ക് അണക്കെട്ടിലോട്ട് പ്രത്യേകിച്ചും തേക്കടി തടാകത്തിലും പെരിയാർ വനമേഖലയിലുമൊക്കെ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ ഇവിടുന്ന് നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട്. ഒപ്പം ഇടുക്കിയിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ടണൽ മാർഗം വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അതിന് ആനുപാതികമായല്ല, അതിനേക്കാൾ ഉയർന്ന നിരക്കിൽ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നിലവിൽ അനുവദനീയമായ പരമാവധി സംഭരണ ശേഷിയിലേക്ക്, അതായത് 136 അടിയിലേക്ക് വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകും. ഈ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന വെള്ളം ആദ്യം എത്തുന്ന വള്ളക്കടവ്, തുടർന്ന് വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളെ മാറ്റിപ്പറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നിലവിൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പെരിയാർ തീരത്തുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മുല്ലപ്പെരിയാറിന്റെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ആദ്യം എത്തുന്നത് വള്ളക്കടവ് മേഖലയിലാണ്, തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിലാണ്. ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം മുല്ലപ്പെരിയാറിലെ ഷട്ടറുകളുടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇടുക്കിയിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വെള്ളമുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ശക്തമായ നീരൊഴുക്കും ഈ മേഖലകളിലൊക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. ഇതോടൊപ്പം ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്ന് നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറ്, കല്ലാർ തുടങ്ങിയ ഡാമുകളിൽ നിന്നുമൊക്കെ നീരൊഴുക്ക് ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ശക്തമായ മഴയാണ് ഈ മേഖലകളിലെല്ലാം പെയ്യുന്നത്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളായ ചെങ്കുളം പോലുള്ള അണക്കെട്ടുകളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ മഴ അതിശക്തമായി തുടരുന്ന അവസ്ഥയുണ്ട്. ഇടയ്ക്കൊക്കെ മഴയ്ക്ക് നേരിയ തോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും മഴ മാറുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. ഇന്ന് ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഒപ്പം ഗ്യാപ്പ് റോഡിലുള്ള യാത്രയ്ക്ക് ഇന്ന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പകലും രാത്രിയിലും ഗ്യാപ്പ് റോഡ് വഴി ഇന്ന് യാത്ര അനുവദിക്കുന്നില്ല. ഒപ്പം ജലവിനോദങ്ങൾക്ക്, പ്രത്യേകിച്ചും ടൂറിസം മേഖലയിലെ ജലവിനോദങ്ങൾക്കും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കയാക്കിംഗ് പോലെയുള്ള മറ്റു ആക്ടിവിറ്റികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീജ.